ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 4 വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഉള്ളിൽ നല്ല മസാല പിടിക്കാനും പെട്ടെന്ന് കുക്കായി കിട്ടാനും വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. ഓവർനൈറ്റാണ് വെക്കുന്നതെങ്കിൽ ചിക്കനിലേക്ക് മസാലയുടെ ഫ്ലേവർ എല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി ഒരു അടി കട്ടിയുള്ള ചട്ടി എടുക്കാം. അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചിക്കൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അടി കട്ടിയുള്ള ചട്ടി തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉൾഭാഗം ശരിക്കും കുക്കാവാതെ വരികയും ചെയ്യും. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയി കിട്ടും. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഇടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉൾഭാഗം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഇനി ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കാം. അതിനുവേണ്ടി 5 വെളുത്തുള്ളിയുടെ അല്ലിയും 2 സ്ലൈസ് ചീസും അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് പാലും പിന്നെ വേണ്ടത് 2 മുട്ടയുടെ വെള്ളയും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുത്താൽ ക്രീം നല്ല തിക്കായി കിട്ടും. ഇനി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ അടിയിൽ പിടിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ പാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത് ഇത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ചിക്കൻ ഇതുപോലെ കിട്ടും. നല്ല ലുക്കുണ്ട് കാണാൻ. ലുക്ക് മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് പൊറാട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ കുബൂസിന്റെ കൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചിക്കൻ മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എന്നെപ്പോലെ ഇനിയും ഇഫ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.